ഹായ്. 2 ദിവസം മുമ്പ് ഞാൻ അമൃതം പൊടിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്. കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല, നല്ലതാ എന്നൊക്കെയാണ്. ചില ആൾക്കാർ ഇത് പേഴ്സണലി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സാധനമാണ്. ഗവൺമെൻറ് എന്തിനാണ് ഇതുണ്ടാക്കുന്നത്? നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ വളർന്നു വരുന്ന പിള്ളേർക്ക് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിഷൻ കിട്ടാനും ഒക്കെ അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൽ എന്തിനാണ് ഷുഗർ ആഡ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ക്വസ്റ്റ്യൻ. അല്ലാതെ അത് മോശ സാധനമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈജീനിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്കാരെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഷുഗറിനെ പറ്റിയാണ്, റിഫൈൻഡ് ഷുഗറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഷുഗർ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗവൺമെൻറ് ഇത് എല്ലാവർക്കുമാണ് കൊടുത്തേക്കുന്നത്. മീൻസ് ആർക്കൊക്കെയോ കുഞ്ഞുങ്ങളുണ്ടോ, മീൻസ് കുഞ്ഞുങ്ങൾ 6 മാസം ആയി കഴിയുമ്പം അവർക്ക് ഫുഡ് കഴിക്കാറായി കഴിയുമ്പം മീൻസ് സോളിഡ്സ് കഴിക്കാറായി കഴിയുമ്പം കൊടുക്കാൻ പറ്റിയൊരു സാധനമാണിത്. അപ്പം നമ്മൾ ഫുഡ് ആദ്യമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഷുഗർ ഇല്ലാതെ കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള അമ്മമാർ തീരുമാനിക്കട്ടെ അതിനകത്ത് ഷുഗർ ഇടണോ വേണ്ടായോ എന്ന്. എത്രയോ അമ്മമാർ പിള്ളേർക്ക് ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല, 2 വയസ്സ് വരെ ഷുഗർ കൊടുക്കുന്നേ ഇല്ല. പണ്ടത്തെ കാലത്തൊക്കെ ഇത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഷുഗർ കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് ഈ ഷുഗർ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിയത്. അല്ലാതെ അതിനകത്ത് പോഷണം കുറവാണെന്നോ അല്ലെങ്കിൽ നല്ല സാധനം അല്ലെന്നോ അല്ല. അത് വളരെ നല്ല സാധനം തന്നെയാണ്. പക്ഷേ അതിനകത്ത് നിന്ന് ഷുഗർ അവോയ്ഡ് ചെയ്യണം. ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ, അമ്മ തീരുമാനിക്കട്ടെ കുഞ്ഞിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണോ വേണ്ട എന്ന്. പിന്നെ കുറേ പേര് പറയുന്നത് ഇത് നിങ്ങൾക്കുള്ളതല്ല, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിയാണ്, അത് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കല്ലേ കൊടുക്കുകയുള്ളൂ. ഇപ്പം കുഞ്ഞത് കഴിച്ചില്ലെങ്കിൽ അമ്മമാരത് കഴിക്കും. അതെന്തിനാ കളയുന്നത്? അത് കഴിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കഴിക്കണ്ടേ? അപ്പോൾ അത് അമ്മമാർക്ക് പോലും കഴിക്കാൻ പറ്റാതെ ആ മധുരം അത്രയും കൂടുതലാണെങ്കിൽ ശരിക്കും അത് അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്. മധുരം എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പം വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നമുക്കത് അവോയ്ഡ് ചെയ്തുകൂടെ? അത്രയേ ഉള്ളൂ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൂടെ, അവർക്ക് കൊടുത്തുകൂടെ? ശരിക്കും പലരോടും ഞാൻ ചോദിച്ചു. മീൻസ് ഇത് കമൻ്റാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൂടെ? എത്ര കുട്ടികളില്ലാതെ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നു, അത് ഇതൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്ന്. മോസ്റ്റ്ലി ആൾക്കാർ നോ പറഞ്ഞ് ആർക്കും വേണ്ട. ഒന്ന്. പിന്നെ എൻ്റെ കുഞ്ഞിന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം അല്ല എന്ന് തോന്നിയൊരു സാധനം ഞാൻ വേറെ ആരുടെ കുഞ്ഞുങ്ങൾക്കും ഞാൻ കൊടുക്കില്ല. എൻ്റെ കുഞ്ഞിന് കൊടുക്കുക, അത് പാവപ്പെട്ടവരാണ് എന്നാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്ത് വേണേലും കൊടുക്കാമെന്നാണോ? നല്ലൊരു ജനറേഷൻ വളർന്നു വരണ്ടേ? ഷുഗറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ഹെൽത്തി ജനറേഷൻ വളർന്നു വരട്ടെ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല എന്ന് കരുതുന്ന സാധനങ്ങൾ ഞാൻ ആരുടെയും കുഞ്ഞുങ്ങൾക്ക് റെഫർ ചെയ്യില്ല. അമൃതം പൊടിക്കകത്ത് വേറെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഷുഗർ ഒരു പ്രശ്നമാണ്. ഷുഗർ അവോയ്ഡ് ചെയ്ത് പാക്ക് ചെയ്ത് തരുവാണെങ്കിൽ അതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ തരുന്നുണ്ട് പല ആൾക്കാരും ഉണ്ട്, അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. പല ആൾക്കാരും ഇത് കളയുക ചെയ്യുന്ന മധുരം കാരണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷുഗർ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ അമ്മമാർക്ക് യൂസ് ചെയ്യാമല്ലോ അല്ലേ? അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാരും പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബൈ.